തമ്പുരാട്ടി, ഒന്ന് ഇങ്ങോട്ട് വന്നാട്ടെ. വരൂന്നേ, ഇവിടെ ഇരിക്കാം. ഇനി അങ്ങോട്ട് വഴിയിൽ ആരും ഉണ്ടാവില്ല. വരൂന്നേ, പ്ലീസ്. വരൂന്നേ. ഇത് ലേശം ഒഴിക്കട്ടെ? വേണ്ട വേണ്ട, എനിക്ക് ഓറഞ്ച് ജ്യൂസ് മതി. ഞാനിന്ന് എത്ര സന്തുഷ്ടനാണെന്നറിയാമോ? അല്ല, ഇവിടുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അവിടുന്ന് ഇവിടുന്ന് ഒന്നും വിളിക്കരുതെന്ന്. നിന്റെ പേര് പാർവതി എന്നാ, അല്ലെങ്കിൽ പാറുക്കുട്ടി. ഞാൻ എന്ത് പറഞ്ഞു വിളിക്കും? പേര് വിളിക്കണം, അല്ലാതെന്താ? മിസ് പാർവതി. നേരത്തെ പാടിയ ആ പാട്ട് കേട്ട് ഞാൻ എന്നെ തന്നെ മറന്നുപോയി. വെറുതെ കളിയാക്കല്ലേ? കളിയാക്കുകയല്ല, ആത്മാർത്ഥമായി പറയുക. ആ പാട്ട് ഒന്നുകൂടി പാടാമോ? അങ്ങനെ സുഖിക്കണ്ട. ഒരു പാട്ട് ഒരു ദിവസം ഒരു തവണ. ഒന്നുകൂടി പാടില്ലേ? ഇല്ല. പാടിച്ചാലോ? പിന്നെ പാടിക്കും. അതിനാളിത് പോരാ. മതിയൊന്ന് ഞാൻ നോക്കട്ടെ. പറ്റിച്ചല്ല, ഞാൻ അറിയാതെ ഇത് റെക്കോർഡ് ചെയ്തില്ല. അതാണ് വേല. ശരി, ഞാൻ തോറ്റു. അത് നിർത്തുന്നേ പ്ലീസ്. നേര് പറഞ്ഞാൽ പാറക്കുട്ടിയുടെ ഈ ശബ്ദത്തിന് ഞാൻ അടിമയാണ്, ഈ മുഖത്തിനും. ക്ഷമിക്കണം. പിന്നെ ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന്. എനിക്ക് മാപ്പ് തരണം. എന്നാൽ ഞാനൊന്ന് പറയട്ടെ. ഈ പാട്ട് കേട്ടിരുന്നപ്പോ എനിക്ക് എന്താണ് തോന്നിയെന്നറിയാമോ? എന്താ? ഈ ശബ്ദം കേട്ട് കേട്ടിരുന്നങ്ങ് മരിച്ചാൽ മതിയെന്ന്. കേട്ട് കേട്ടങ്ങ് ജീവിച്ചാലോ? അതിനുള്ള ഭാഗ്യം ഈ ഉള്ളവനുണ്ടോ? ഹലോ. വന്നോ? എപ്പോ വന്നു? ഞാൻ ഉടനെ എത്തിയേക്കാം. എത്തിയേക്കാം. വീട്ടിൽ നിന്ന് കുഞ്ഞിനും കുട്ടികളും എത്തിയിട്ടുണ്ട്. വാ ചേച്ചി, നമുക്ക് അമ്പലത്തിൽ പോകാം. അത് നീ ഒന്ന് പിടിവിട്ടിട്ടുണ്ടേ. ഒന്ന് വിടുക. എന്റെ പാറക്കുട്ടി, നേര് പറഞ്ഞാൽ ഈ ശബ്ദത്തിന് ഞാൻ അടിമയാണ്, ഈ മുഖത്തിനും. പാറക്കുട്ടി, ഞാൻ പറഞ്ഞ കാര്യം മറക്കരുതേ. ഡൽഹിയിൽ അവൻ തീരെ വിഷമത്തിലത്രേ. ഞാൻ മറക്കോ ചേച്ചി? മഹേന്ദ്രന് പൈസ അയക്കുന്ന കാര്യമല്ലേ, നാളെ തന്നെ ശരിയാക്കാം. ഹലോ, ആര്? കാഷ്യർ അല്ലേ? മഹേന്ദ്രവർമ്മയുടെ ഡൽഹി അഡ്രസ് അവിടെ തന്നെ കാണുമല്ലോ. 1000 രൂപ അയച്ചേക്കണം. ചെക്ക് പോരാ, TMO ആയിട്ട് തന്നെ ഒന്ന് അയച്ചേക്കണം. അതെ, എന്റെ അക്കൗണ്ടിൽ തന്നെ. അപ്പോ അത് തീർന്നു. ഇനി എന്താ അടുത്ത പ്രശ്നം?
ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇതാണ് എനിക്ക് പിടിക്കാത്തത്, ഈ ഫോർമാലിറ്റീസ്. ഇപ്പോൾ ഞാൻ ധന്യനാണല്ലേ? ഒരിക്കലുമില്ല. ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഒരിക്കലും ഞാനൊരു അന്യനെ പോലെ വിചാരിക്കില്ല. എനിക്ക് ഞാൻ വളരെ ലക്കിയാണ്. സംശയമുണ്ടോ? നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനല്ലേ? പണമുള്ള കാര്യം ഇവിടുന്ന്. ഓ, ഐ എം സോറി മിസ് പാർവതി. അല്ല, എന്റെ രാജകുമാരി എന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. എന്റെ രാജകുമാരിയോ? ഓ, തീരെഴുതി വാങ്ങിയിട്ടുണ്ടാവും. ഈ ജന്മം മുഴുവൻ നമ്മൾ ഒരുമിച്ച് കഴിയും. നമ്മൾ ഒരിക്കലും പിരിയാൻ പാടില്ല പാർക്കുട്ടി. ഒറ്റങ്ക കഴിക്കോ? വേണ്ട. ഞാനല്ലേ തരുന്നത്, കഴിക്കൂ പാർക്കുട്ടി. വേണ്ടെന്നേ. ശരി, എന്നാ എനിക്കൊരിട്ടും കഴിച്ചു തരൂ. എനിക്ക് വേണ്ടി ഒരു കവൾ കഴിക്കൂ. ഇതിന് മധുരം പോലും ഇല്ലല്ലോ. മദ്യത്തിന് മധുരമോ? ഈ മറുകാണ് എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചത്. വേറെയുമുണ്ടോ മറുക? ധാരാളം. എവിടെ? തന്നെത്താൻ കണ്ടുപിടിച്ചോണം. ഈ മറുകിൽ ഞാനൊരു ഉമ്മ വെച്ചോട്ടെ? నిస నిస గస నిస గమ పమ గమ గమ పమ గమ పని సగ నిస గమ పమ గమ గమ పమ గమ పని సగ పని పమ 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 గమ గమ గస నిస గమ ప పని పమ 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 గమ గమ గస నిస గమ ప. മഴ മഴ മുകിൽ നിറയോ കുനു കുനു ചികുര മദനലാസ്യലഹരിയോ വന നിറയോ ഘന ഘന നീലിമയോ അലകടലിളകിയാടും അമൃത മഥനമോ. നിറയോ മഴ മഴ മുകിൽ നിറയോ കുനു കുനു ചികുര മദനലാസ്യലഹരിയോ വന നിറയോ ഘന ഘന നീലിമയോ അലകടലിളകിയാടും അമൃത മഥനമോ. നിറയോ മഴ മഴ മുകിൽ നിറയോ കുനു കുനു ചികുര മദനലാസ്യലഹരിയോ. ശാദ്വല ഭംഗികളിൽ രതിരസമെങ്ങുമൊഴുകുമേഘമൂർച്ചയിൽ അടിമുടിയൊരു ദാഹം ഉടലുലയും മേളം അസ്ഥികൾ കുഞ്ഞിലൊരു കുറുനിറയോ മഴ മഴ മുകിൽ നിറയോ കുനു കുനു ചികുര മദനലാസ്യലഹരിയോ.
നിർവൃതിയിൽ പിണയും നിഴലുകളുടെ പദവിന്യാസം. നീൾമിഴികൾ പതയും നിർവൃതിയിൽ പിണയും നിഴലുകളുടെ പദവിന്യാസം. അടിമുടിയൊരു ജാലം അതിലലിയും കാലം അസ്ഥികൾക്കുള്ളിലൊരു തീനാളം.